യമനിലെ തടവറയിൽ വധശിക്ഷയും കാത്തുകഴിയുന്ന നിമിഷപ്രിയയാണ് ഇന്ന് കേരളത്തിലെയും യമനിലെയും പ്രധാന ചർച്ചാ വിഷയം. തന്റെ ബിസിനസ് പങ്കാളിയായ അബ്ദുൾ മഹദി എന്ന യമൻ പൗരനെ അതിക്രൂരമായി കൊന്ന് കൊത്തിയെറിഞ്ഞ് ടാങ്കിൽ നിക്ഷേപിച്ച കേസിലാണ് നിമിഷപ്രിയയെ യമൻ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത്. നിമിഷപ്രിയ എന്ന പാലക്കാട് സ്വദേശിനിയായ യുവതിയെ വധശിക്ഷയ്ക്ക് വിധിച്ചതിന് പിന്നാലെ നിമിഷപ്രിയയുടെ അമ്മ മകളുടെ മോചനത്തിനായി സഹായം തേടി ഇറങ്ങി. ആ അമ്മയുടെ പരിശ്രമങ്ങളുടെ ആകെ തുകയാണ് കേരളത്തിലും യമനിലും ഇന്ന് നടക്കുന്ന ചർച്ചകൾ. തലാലിന്റെ കൊലപാതകവും നിമിഷപ്രിയയുടെ ശിക്ഷയും മോചനവും ഒക്കെ സംബന്ധിച്ച് പലതരം വാർത്തകളും അവകാശവാദങ്ങളും പ്രചരിക്കുന്നുണ്ട്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന് അവകാശപ്പെട്ട് ഒരു സുവിശേഷകനും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. പിന്നീട് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ആ അവകാശവാദത്തെ തള്ളി. ആ വിവാദങ്ങൾ അവിടെ നിൽക്കട്ടെ. വാസ്തവത്തിൽ നിമിഷപ്രിയ കൊലപാതകിയാണോ? നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാൻ മലയാളികളുടെ ഇടപെടലിന് കഴിയുമോ? അതിക്രൂരമായി ഒരു യുവാവിനെ കൊലപ്പെടുത്തിയെങ്കിൽ മോചനത്തിന് നിമിഷപ്രിയ അർഹയാണോ? ഇത്തരത്തിൽ അനവധിയായ ചോദ്യങ്ങൾക്കാണ് ആദ്യം ഉത്തരം തേടേണ്ടത്. നിമിഷപ്രിയ ചെയ്ത കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി എന്തെന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. 2011 നിമിഷപ്രിയ യമനിലെത്തുന്നത്. സ്വകാര്യ ക്ലിനിക്കിലായിരുന്നു നിമിഷപ്രിയ ജോലി ചെയ്തിരുന്നത്. യമൻ പൗരനും ലേബർ കോൺട്രാക്ടറുമായ ഒരു സുഹൃത്ത് വഴിയാണ് നിമിഷപ്രിയ ടെക്സ്റ്റൈൽ ഷോപ്പ് ഉടമയായ തലാൽ അബ്ദു മഹദിയുമായി പരിചയത്തിലാകുന്നത്. ഈ പരിചയം ഇരുവർക്കുമിടയിൽ ഒരു ആത്മബന്ധമായി വികസിച്ചു. കൃത്യമായ പ്രതിമാസ വേതനത്തിന് ജോലി ചെയ്യുന്നതിന് പകരം സ്വന്തമായി ഒരു ക്ലിനിക്ക് തുടങ്ങണമെന്ന മോഹം നിമിഷപ്രിയ മഹദുമായി പലതവണ ചർച്ച നടത്തി. യമൻ പൗരന്മാർക്ക് മാത്രമേ അവിടെ സ്ഥാപനങ്ങൾ തുടങ്ങാനാകൂ എന്ന നിയമം കാരണം ക്ലിനിക്ക് തുടങ്ങുന്നതിന് ആവശ്യമായ സാമ്പത്തികം ഉൾപ്പെടെയുള്ള എല്ലാ സഹായങ്ങളും തലാൽ അബ്ദു മഹദി നിറവേറ്റി. നിമിഷപ്രിയ തന്റെ ഭാര്യയാണെന്നായിരുന്നു സ്ഥാപനത്തിന് ലൈസൻസ് ലഭിക്കാനായുള്ള അപേക്ഷയിൽ കാണിച്ചിരുന്നത്. ഇതിനായി അനുബന്ധമായ ചില രേഖകൾ ഇരുവരും ചേർന്ന് സംഘടിപ്പിച്ചിരുന്നു. എല്ലാം ശരിയാക്കിയ ശേഷം നിമിഷപ്രിയ നാട്ടിൽ പോയി വരാൻ തയ്യാറെടുക്കവേ 2015 നിമിഷപ്രിയയുടെ കൂടെ തലാൽ അബ്ദു മഹദിയും കേരളം സന്ദർശിച്ചു. ആലപ്പുഴയിലും മറ്റു വിനോദസഞ്ചാര മേഖലയിലുമാണ് ഇരുവരും ഒരു മാസം ചിലവിട്ടത്. 2015 യമൻ തലസ്ഥാനമായ സനായിലായിരുന്നു ക്ലിനിക്ക് പ്രവർത്തനം ആരംഭിച്ചത്. തുടക്കം തൊട്ടേ വിജയമായിരുന്നു ക്ലിനിക്ക്. വളരെ വേഗം സാമ്പത്തിക ഉയർച്ചയും ഉണ്ടായി. സാമ്പത്തിക നില മെച്ചപ്പെടാൻ തുടങ്ങിയതോടെ ഇരുവർക്കുമിടയിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തു തുടങ്ങി. ക്ലിനിക്ക് തുടങ്ങുന്നതിനായി വൻ തുക മുടക്കിയ തലാൽ അബ്ദു മഹദി ഇതിനിടെ നിമിഷപ്രിയയുടെ പാസ്പോർട്ട് ഒരു കരുതൽ എന്ന നിലയിൽ കൈക്കലാക്കുകയായിരുന്നു. പാസ്പോർട്ട് കൈവശപ്പെടുത്താൻ പലതവണ നിമിഷപ്രിയ ശ്രമം നടത്തിയെങ്കിലും അതെല്ലാം തികഞ്ഞ പരാജയമായി മാറി. പാസ്പോർട്ട് വീണ്ടെടുക്കാനും മഹദിയുടെ ശല്യം ഒഴിവാക്കാനുമായി നിമിഷപ്രിയ കണ്ടെത്തിയ മാർഗമായിരുന്നു മഹദിയെ വകവരുത്തുക എന്നത്. ഇതുപ്രകാരം 2017 ജൂലൈ 25 മഹദിയെ അനുനയിപ്പിച്ച് കിടപ്പുമുറിയിലേക്ക് വരുത്തിയ നിമിഷപ്രിയ ലൈംഗിക ഉത്തേജന മരുന്നാണ് എന്ന് ധരിപ്പിച്ച് കെറ്റാമൈൻ മയക്കുമരുന്ന് ഓവർഡോസിൽ മഹദിയിൽ കുത്തിവെച്ചു. അയാൾ മരണപ്പെടുകയും ചെയ്തു. പിന്നീട് ജഡം പല കഷ്ണങ്ങളായി വെട്ടിനുറുക്കി പോളിത്തീൻ കവറുകളിലാക്കി തന്റെ സുഹൃത്തായ ഹനാൻ എന്ന യമൻ യുവതിയുടെ സഹായത്തോടെ കുടിവെള്ള ടാങ്കിൽ കൊണ്ടിടുകയായിരുന്നു. 2017 യമൻ പൗരൻ തലാൽ മഹദിയുടെ ജഡം കൊത്തിനുറുക്കി നിരവധി പോളിത്തീൻ കവറുകളിലാക്കി വാട്ടർ ടാങ്കിൽ നിന്ന് യമൻ പോലീസ് കണ്ടെടുക്കുന്നിടത്ത് നിന്നാണ് നിമിഷപ്രിയയുടെ കേസിന് തുടക്കമിടുന്നത്. 3-ാം ദിവസമാണ് ഇത് കണ്ടെത്തുന്നത്. അതും പരിസരവാസികൾ അസഹനീയമായ നാറ്റം അധികൃതരെ അറിയിച്ചതിനെ തുടർന്നായിരുന്നു പോലീസ് രംഗത്തു വന്നത്. കേസിൽ ആദ്യം അറസ്റ്റിലായത് ഹനാൻ എന്ന യമൻ യുവതിയാണ്. ഇവർ നൽകിയ മൊഴിപ്രകാരം മുഖ്യപ്രതിയായ നിമിഷ അന്ന് ഒളിവിലായിരുന്നു. ഊർജിതമായ പോലീസ് അന്വേഷണത്തിനൊടുവിൽ ഏറെ ദൂരെയുള്ള പ്രദേശമായ മാരിഫ് എന്ന സ്ഥലത്ത് നിന്ന് നിമിഷപ്രിയ അറസ്റ്റിലായി. സ്വദേശിയായ ഭർത്താവിനെ കൊലപ്പെടുത്തി 110 കഷ്ണങ്ങളാക്കി വെള്ള ടാങ്കിൽ നിക്ഷേപിച്ചു എന്നാണ് അന്ന് മലയാള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. നിമിഷപ്രിയയെ തലാൽ മഹദി ഔദ്യോഗികമായി വിവാഹം ചെയ്ത രേഖകളും മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. നിമിഷപ്രിയയുടെ സ്പോൺസറായ തലാൽ മഹദി സൂക്ഷിച്ചിരുന്ന നിമിഷപ്രിയയുടെ പാസ്പോർട്ട് തിരിച്ച് നൽകാത്തത് കാരണത്താലാണ് അയാളെ വിഷം കുത്തിവെച്ച് വകവരുത്തിയതെന്നാണ് നിമിഷപ്രിയയുടെ പ്രാഥമിക മൊഴി. കൊല നടത്തിയതും ജഡം കഷ്ണങ്ങളാക്കി മുറിച്ചതുമെല്ലാം കുറ്റസമ്മതവും നടത്തി. അതിനെല്ലാം പിന്നിൽ സാമ്പത്തിക ഇടപാടും ഇരുവരും വിവാഹം ചെയ്ത കാര്യങ്ങളും കൂടിക്കുഴഞ്ഞതായും പോലീസ് കണ്ടെത്തി.
നിരവധി തെളിവുകളും പോലീസ് ശേഖരിച്ചു. ബോധപൂർവം കൊലപാതകം നടത്തിയ പ്രതിക്ക് നൽകാവുന്ന പരമാവധി ശിക്ഷയായ വധശിക്ഷ 2020 നിമിഷപ്രിയയ്ക്ക് കോടതി വിധിച്ചു. ഹനാന് ജീവപര്യന്തം തടവ് ശിക്ഷയും വിധിച്ചു. സാധാരണഗതിയിൽ അറബ് രാജ്യങ്ങളിൽ വധശിക്ഷ വിധിച്ചാൽ അധിക കാലതാമസമില്ലാതെ അത് നടപ്പാക്കും. എന്നാൽ യമനിലെ പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയും ഭരണ പ്രശ്നങ്ങളും കാരണം ഈ വിധി നടപ്പാക്കുന്നത് നീണ്ടുപോയി. ഇക്കഴിഞ്ഞ ജൂലൈ 16 നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാനുള്ള വാറണ്ട് കോടതി പുറപ്പെടുവിച്ചു. വധശിക്ഷ നടപ്പാക്കുന്നത് കാണുന്നതിനു വേണ്ടി ആളുകൾ എത്തിക്കൊണ്ടിരിക്കെയാണ് സംഭവത്തിൽ ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. തലാൽ മഹദിയുടെ കൊലപാതകം യമനിൽ പൊതുരോക്ഷം ഉളവാക്കിയിരുന്നു. യമൻ പുരുഷാധിപത്യ സമൂഹമായതിനാൽ കേസിലെ കുറ്റവാളി സ്ത്രീ ആയതിനാലും കുറ്റകൃത്യം കൂടുതൽ അപലപനീയമായിരുന്നു. വധശിക്ഷയിൽ ഇളവ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നിമിഷപ്രിയ യമനിൽ അപ്പീൽ കോടതിയിൽ ഹർജി സമർപ്പിച്ചുവെങ്കിലും 3-അംഗ ബെഞ്ച് നിമിഷപ്രിയയുടെ വധശിക്ഷ ശരിവെക്കുകയാണ് ചെയ്തത്. കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദി ലൈംഗിക പീഡനത്തിന് തുനിഞ്ഞപ്പോൾ ആത്മരക്ഷാർത്ഥമാണ് കൊല നടത്തിയതെന്നായിരുന്നു നിമിഷ അപ്പീൽ ഹർജിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സ്ത്രീ എന്ന പരിഗണന നൽകി വധശിക്ഷ ജീവപര്യന്തമായി ഇളവ് ചെയ്യുകയോ വിട്ടയക്കുകയോ ചെയ്യണമെന്നായിരുന്നു നിമിഷപ്രിയയുടെ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ തെളിവുകളും വീഡിയോയിൽ ചിത്രീകരിച്ച ആദ്യ മൊഴിയുമെല്ലാം കോടതി സസൂക്ഷ്മം പരിശോധനയ്ക്ക് വിധേയമാക്കി. അതെല്ലാം നിമിഷപ്രിയയ്ക്ക് എതിരായിരുന്നു. കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയുടെ കുടുംബവും പ്രദേശവാസികളും അപ്പീൽ കോടതിക്ക് മുന്നിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. യമൻ പ്രസിഡന്റ് ഉൾപ്പെടെ അംഗങ്ങളായ സുപ്രീം ജുഡീഷ്യൽ കൗൺസിലിന് അവസാനത്തെ അപ്പീൽ സമർപ്പിച്ചുവെങ്കിലും 2023 നവംബറിൽ സുപ്രീം ജുഡീഷ്യൽ കൗൺസിലും വധശിക്ഷ ശരിവെച്ചു. തലാലിന്റെ കൊലപാതകവും നിമിഷപ്രിയയുടെ മോചനവും സംബന്ധിച്ച് ഭാവന സമ്പന്നമായ വാർത്തകളും അതിന്റെ അവലോകനങ്ങളും മലയാള മീഡിയകളെ കൊഴുപ്പിച്ചിട്ടുണ്ട്. അനുകൂലികളും പ്രതികൂലികളും അഭിപ്രായ തൊഴിലാളികളും കാഴ്ചക്കാരും ധാരാളം. എല്ലാവരും ചേർന്ന് ആവുന്ന അത്ര കാടിളക്കി മതോന്മത്തരാവുകയാണ്. മലയാളി പൊളിയാണ് എന്ന് ആരോ പറഞ്ഞത് വെറുതെയല്ല എന്ന് തോന്നിപ്പോകുന്ന നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഏതൊരു രാജ്യത്തിന്റെയും നീതിന്യായ വ്യവസ്ഥയിൽ ഇരയ്ക്കും പ്രതിക്കും നിയമത്തിന്റെ ആനുകൂല്യങ്ങളും അവസരങ്ങളും നൽകുന്നുണ്ട്. തലാൽ അബ്ദു മഹദി എന്ന യമൻ പൗരൻ അതിക്രൂരമായി കൊല്ലപ്പെട്ട കേസിലെ 1-ാം പ്രതി നിമിഷപ്രിയ എന്ന പാലക്കാട് സ്വദേശിയായ 39-കാരിയുടെ വധശിക്ഷ ജൂലൈ 16 നടപ്പാക്കാനായിരുന്നു കോടതി ഉത്തരവ്. കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബവുമായി സന്ധി ചെയ്ത് ദയാധനം നൽകി നിമിഷപ്രിയയുടെ വധശിക്ഷ ഇല്ലാതാക്കാനുള്ള സാധ്യതയിലേക്കാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഒരു വേള ശ്രമം നടത്തിയത്. അതും പ്രത്യേക സാഹചര്യത്തിൽ. ഒരു പരിധിവരെ അത് ഫലം കാണുകയും ചെയ്തു. ജൂലൈ 16 നടത്താൻ തീരുമാനിച്ച നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ അധികൃതർ താൽക്കാലികമായി നീട്ടിവെച്ചു. ഇതോടെ വിഷയത്തിന് വ്യാഖ്യാനങ്ങളും ചമയങ്ങളും അവകാശികളും ഏറിക്കൊണ്ടേയിരുന്നു. നിമിഷപ്രിയ പൂർണ്ണമായും നിരപരാധിയാണെന്നും 6-ാം നൂറ്റാണ്ടിലെ കാടൻ നിയമത്തിന് ഒരു മലയാളി യുവതിയെ ഇരയാക്കാൻ വിട്ടുകൊടുക്കരുതെന്നും വാദിക്കുന്നവരുണ്ട്. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ ലൈംഗികമായ ക്രൂരമായ പീഡനം സഹിക്കവയ്യാതെയാണ് നിമിഷപ്രിയ കൊല നടത്തിയതെന്ന് കൊലപാതകത്തെ ന്യായീകരിക്കുന്നവരുമുണ്ട്. നിമിഷപ്രിയ അല്ല കൊല നടത്തിയതെന്നും കൂട്ടുപ്രതിയായ യമൻ യുവതിയാണ് പ്രധാന കുറ്റവാളിയെന്നും വേറൊരു കൂട്ടർ. സത്യം എന്തായാലും കേരളത്തിൽ നടക്കുന്ന ഇത്തരം ചർച്ചകളൊന്നും നിമിഷപ്രിയയെ രക്ഷിക്കാനല്ല ഉപകരിക്കുന്നത് എന്നതാണ് വാസ്തവം. കൊലപാതകം, മയക്കുമരുന്ന് കടത്ത്, ബലാത്സംഗം, കവർച്ച എന്നിങ്ങനെയുള്ള കേസുകളിൽ പ്രതിയായ മലപ്പുറം ജില്ലയിൽ നിന്ന് ഉൾപ്പെടെയുള്ള എത്രയോ മലയാളികൾ ഗൾഫിൽ പല ഘട്ടങ്ങളിലായി വധശിക്ഷയ്ക്ക് വിധേയമായിട്ടുണ്ട് എന്ന വസ്തുത നാം മറക്കരുത്. 90കളിൽ മയക്കുമരുന്ന് കടത്ത് കേസുകളിൽ ഉൾപ്പെട്ട മലപ്പുറത്തെ 16 യുവാക്കളെ സൗദിയിൽ ഗളച്ഛേദം നടത്തിയ സചിത്ര വാർത്ത കേരള ശബ്ദം പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. 2025 നിൽക്കുമ്പോൾ നിലവിൽ വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ ജയിലുകളിലായി 6000-ഓളം ഇന്ത്യക്കാരുണ്ടെന്നാണ് റിപ്പോർട്ട്. എന്നുവെച്ചാൽ വിദേശ രാജ്യങ്ങളിൽ ജയിലിൽ ശിക്ഷ അനുഭവിക്കുകയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്യുന്ന ആദ്യ മലയാളിയല്ല നിമിഷപ്രിയ എന്നതാണ് വസ്തുത. ഗൾഫ് നാടുകളിൽ ചിലയിടത്ത് നിലനിൽക്കുന്ന ശരീഅത്ത് നിയമത്തെ പഴിചാരിയാണ് കുറ്റവാളികളെല്ലാം നിരപരാധികളാണെന്ന ഭാഷ്യം പലരും ചമയ്ക്കുന്നത്. എന്നാൽ പ്രതികളുടെ മൊഴിയും തൊണ്ടി പരിശോധനകളും ഉൾപ്പെടെ വ്യക്തമായ മാനദണ്ഡങ്ങൾ അവലംബിച്ചും സാക്ഷിമൊഴികളും ശാസ്ത്രീയമായ തെളിവുകളും അടിസ്ഥാനപ്പെടുത്തിയുമാണ് ശരീഅത്ത് നിയമത്തിൽ കുറ്റവാളികൾക്ക് ശിക്ഷ വിധിക്കുക.
കൊലപാതക കേസുകളിൽ ഇരയുടെ ആശ്രിതർക്ക് കുറ്റവാളി ദയാധനം നൽകാൻ ഒരുക്കമാണെങ്കിൽ ശിക്ഷയളവിൽ ഇളവ് നൽകുമെന്ന് മാത്രം. എന്നിരുന്നാലും കുറ്റവാളി കോടതി നിഷ്കർഷിക്കുന്ന അത്ര കാലയളവ് തടവ് ശിക്ഷ അനുഭവിക്കേണ്ടതായും വരും. തലാൽ മഹദി വധക്കേസ് യമനിലെ നിയമ വഴിയിലൂടെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഒരറിയിപ്പുണ്ടാകുന്നത് വരെ വധശിക്ഷ നിർത്തിവെച്ചു എന്ന് മാത്രം. തലാലിന്റെ സഹോദരനും ഇത് തന്നെയാണ് ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ യമനിൽ ഇന്ത്യൻ എംബസി പ്രവർത്തിക്കുന്നില്ല എന്നത് നിമിഷപ്രിയയുടെ കേസിൽ നയതന്ത്ര ഇടപെടലിന് വലിയ തടസ്സമായിരുന്നു. ഹൂതി നിയന്ത്രണത്തിലുള്ള മേഖലയാണ് തലാലിന്റെ കുടുംബം താമസിക്കുന്നത് എന്നും കേസിലെ കൂടുതൽ സങ്കീർണമാക്കി. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കണമെങ്കിൽ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം ബ്ലഡ് മണി സ്വീകരിച്ച് പ്രതിക്ക് മാപ്പ് നൽകാൻ തയ്യാറാകണം. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചാണ് യുവതിയുടെ മോചനത്തിനായി ശ്രമങ്ങൾ ആരംഭിച്ചത്. എന്നാൽ ആക്ഷൻ കൗൺസിലിലും ഭിന്നത ഉടലെടുത്തിരുന്നു. ആക്ഷൻ കൗൺസിൽ പ്രതിനിധിയായ അഡ്വക്കേറ്റ് സാമുവൽ ജെറോം കൈപ്പറ്റിയ $40,000 എന്ത് ചെയ്തുവെന്ന് വ്യക്തമാക്കാത്തതിനെ തുടർന്നായിരുന്നു ഈ ഭിന്നിപ്പ്. തീർത്തും അപ്രതീക്ഷിതമായാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ 16 നടപ്പാക്കുന്നതിനായി യമൻ കോടതി വാറന്റ് പുറപ്പെടുവിച്ചത്. എല്ലാ വഴികളും അടഞ്ഞ സാഹചര്യത്തിൽ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ട്രഷറർ കുഞ്ഞു മുഹമ്മദ് കൂരാച്ചുണ്ട് ആണ് വിഷയത്തിൽ ഇടപെടണമെന്ന ആവശ്യവുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ സമീപിക്കുന്നത്. അതും പ്രകാരമാണ് കാന്തപുരത്തിന്റെ ഇടപെടലുണ്ടായത്. അദ്ദേഹം യമനിലെ സൂഫി വര്യനും പ്രമുഖ സൂഫി പണ്ഡിതനുമായ സെയ്ദ് ഉമർ ഹാസിഫ് എന്ന പ്രമുഖനുമായി ബന്ധപ്പെടുകയും തുടർന്ന് വധശിക്ഷ അടിയന്തരമായി യമൻ സർക്കാർ നീട്ടിവെക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായി നടത്താനിരുന്ന ചർച്ചയിൽ തീരുമാനമാകുന്നതുവരെ വധശിക്ഷ നടപ്പിലാക്കരുത് എന്നായിരുന്നു കാന്തപുരം ആവശ്യപ്പെട്ടത്. നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കുന്നതിനായി ശ്രമങ്ങൾ നടക്കുന്നതിനിടെ ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും സോഷ്യൽ മീഡിയ വഴിയും രൂപീകരിക്കപ്പെട്ട വിവാദ കുറിപ്പുകളും മറ്റു കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തെ അത്യന്തം പ്രകോപിപ്പിക്കുന്നതുമായിരുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായി നീട്ടിവെച്ച ഉത്തരവ് പുറത്തു വന്നതോടെ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം ദയാധനം സ്വീകരിച്ച് നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാൻ തയ്യാറായതായി സോഷ്യൽ മീഡിയ വഴി വ്യാപകമായി പ്രചരിച്ചു. കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ മഹദിയുടെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി ഒടുവിൽ BBC അറബിക്കിന് നൽകിയ അഭിമുഖത്തിൽ പല കാര്യങ്ങളും വെട്ടിത്തുറന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. കൊല്ലപ്പെട്ട തന്റെ സഹോദരനെ കുറ്റവാളിയായി ചിത്രീകരിച്ചാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത്. സത്യത്തെ വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങളിൽ വിഷമമുണ്ട്. നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചതായി കുടുംബം യഥാസമയം അറിഞ്ഞിരുന്നില്ല. സമയം എത്ര വൈകിയാലും പ്രതിയുടെ വധശിക്ഷ നടപ്പാക്കുക തന്നെ ചെയ്യുമെന്നും ഏത് തരം അനുരഞ്ജന ശ്രമങ്ങളോടും ഞങ്ങൾ പൂർണ്ണമായും വിയോജിക്കുകയാണെന്നും ഫത്താൻ മഹദി BBC അറബിക്കിലൂടെ വ്യക്തമാക്കി. പ്രതി ചെയ്ത കുറ്റകൃത്യത്തെ ന്യായീകരിക്കുന്നതിനായി കുറ്റവാളിയെ ഇരയായി ചിത്രീകരിച്ചും സത്യത്തെ വളച്ചൊടിക്കുകയുമാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ എന്നാണ് തലാലിന്റെ സഹോദരൻ പറഞ്ഞത്. തങ്ങൾക്ക് നീതി നടപ്പാക്കണമെന്നാണ് തലാലിന്റെ സഹോദരൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.